guys, welcome back to my channel Anybody Can Cook by Nasya. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ മോമോസ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പതിവില്ലാതെ എല്ലാം ഞാനിവിടെ എടുത്ത് നിരത്തി എന്താ വെച്ചേക്കുന്നതെന്ന്. കാരണം ഇത്രയും ഐറ്റംസ് മാത്രം മതി നമുക്ക് ഈ ഒരു ചിക്കൻ മോമോസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ സ്റ്റീംഡ് മോമോസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം ഈ വെജിറ്റബിൾസ് എല്ലാം വളരെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തും കൂടി എടുക്കണം. അത് ചെയ്തിട്ട് നമുക്ക് വരാം. എല്ലാം ഞാൻ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഫൈനായിട്ടാണ് ചോപ്പ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ മോമോസിൻ്റെ ഫില്ലിങ് എണ്ണയിൽ വഴറ്റുന്നു സോട്ടേ ചെയ്യുന്നു ഒന്നുമില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. സോ വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ചിക്കൻ ഞാനൊന്ന് മിൻസ് ചെയ്തെടുത്തു, പിന്നെ കുറച്ച് സോയാ സോസും. ഇത് ഇത്രയാണ് ഫില്ലിങ്ങിന് വേണ്ടത്. പിന്നെ നമുക്ക് പുറത്തുള്ള ഔട്ടർ കോട്ടിങ്ങിനുള്ള മൈദയുടെ മിക്സ് മാത്രം റെഡിയാക്കിയാൽ മതി. സോ ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കണം. ആ ഒരു ടേസ്റ്റ് വെജിറ്റബിൾസിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യാം. സോ വെജിറ്റേറിയൻസിന് പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ചിക്കൻ ഒഴിവാക്കാം. സോ അങ്ങനെ ഫ്രൈഡ് ആയിട്ടുള്ള വെജ് മോമോസ് പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പറേഷൻസ് ഒക്കെ ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. സോ ഞാൻ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സവാള അരിഞ്ഞത്, ക്യാരറ്റ്, ക്യാബേജ്. എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. സോ പച്ചമുളക് ആഡ് ചെയ്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1.5 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുഴുവൻ ആഡ് ചെയ്തു. സോ വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യുന്ന ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഞാൻ മിക്സ് ചെയ്ത് ചിക്കനും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു 1.5 ടീസ്പൂൺ മാത്രം സോയാ സോസ്. കാരണം അതത്ര ഹൈ സോഡിയം കണ്ടന്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മതി, ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പെപ്പർ പൗഡർ. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരുപാട് ഇടണ്ട. പെപ്പർ പൗഡർ ഇട്ടു. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് നമുക്കൊരു അരമണിക്കൂർ മൂടി വെക്കാം. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ടേസ്റ്റ് ഒന്ന് ഇറങ്ങും. അതിനുശേഷം നമുക്ക് ബാക്കി സ്റ്റെപ്സിലേക്ക് കിടക്കാം. ഞാൻ 1/2 കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ഒരു 1/2 കപ്പ് ആട്ടയും കൂടി ആഡ് ചെയ്യാം. ടോട്ടലി നിങ്ങളുടെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും മൈദയിൽ ചെയ്യാം, മുഴുവനായിട്ടും ആട്ടയിലും ചെയ്യാം. സോ ഞാൻ ഇതിനെ ഒരു 1:1 പ്രപ്പോർഷൻ പോലെ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഉപയോഗിച്ചാൽ മതിയാവും. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അത് ഓൾമോസ്റ്റ് ആയി തുടങ്ങുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് നീഡ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കണം. ണ്ട് നമുക്ക് ഇതും ഒരു 20 മിനിറ്റ്സ് ഒന്ന് കവർ ചെയ്ത് വെക്കാം. മാവ് ഇപ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആയി കിട്ടും. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മിക്സും ഇവിടെ റെഡിയാണ്. ഇത് നമുക്കൊന്ന് ഇനി നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. നന്നായിട്ട് നല്ല തിന്നായിട്ട് നമുക്ക് ഈ മാവൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ മോമോസിന് പല പല ഷേപ്സ് കണ്ടിട്ടുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കതിനെ മുറിച്ച് ആ ഒരു ഇഷ്ടമുള്ള ഷേപ്പിൽ മാറ്റിയെടുക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഷേപ്പുകളൊക്കെ. അതെല്ലാത്തിൻ്റെ ഓരോരോ സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ
നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ പല പല ഷേപ്സിൽ മോമോസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സമൂസയുടെ ഷേപ്പിലും ഞാൻ 2-3 പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂട് എണ്ണയിലൊന്ന് പൊരിച്ചെടുത്താൽ ചിക്കൻ മോമോസ് തയ്യാർ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കെല്ലാം അതിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് സാധാരണ പോലെ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിൽ വെച്ച് പൊരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള വെജിറ്റബിൾസും ചിക്കനും ഒന്നും നമ്മൾ കുക്ക് ചെയ്യാതെയാണ് വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ ഇടുമ്പോഴേക്കും ആ ഒരു ചൂടിക്കടന്ന് വേണം ഇതിനകത്തുള്ള കണ്ടൻസ് നന്നായിട്ട് വെന്ത് വരാൻ. അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണ നന്നായിട്ട് മാറ്റിയിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഈ മോമോസ് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മൾ നല്ല എളുപ്പത്തിൽ നല്ല ഡെലിഷ്യസ് ആയിട്ടുള്ള ചിക്കൻ മോമോസ് തയ്യാറാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് മോമോസ് എന്ന് എനിക്കറിയാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. മറ്റ് നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.